السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الرسل كلوا من الطيبات واعملوا صالحا إني بما تعملون عليم. ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയിടത്ത് നിന്ന് തുടങ്ങുകയാണ്. ദുആയെ സംബന്ധിച്ചാണ് ഇന്നലെ നമ്മൾ സംസാരിച്ചത്. ദുആക്ക് ഉത്തരം കിട്ടുക, ചോദിച്ച കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നിറവേറ്റി തരിക എന്നത് ചില നിബന്ധനകൾ പൂർത്തിയായാലും അതിനുള്ള തടസ്സങ്ങൾ നീങ്ങിയാലും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഒന്നുകൂടി പറയാം, ദുആക്ക് ഉത്തരം കിട്ടുക അല്ലെങ്കിൽ അല്ലാഹുവിനോട് നമ്മൾ ചോദിച്ച കാര്യങ്ങൾ സാധിച്ചു കിട്ടുക എന്നത് ഉണ്ടാകണമെങ്കിൽ അതിൽ ചില ഷർത്തുകളുണ്ട്, ചില നിബന്ധനകളുണ്ട്. ആ നിബന്ധനകൾ നമ്മൾ പൂർത്തീകരിക്കണം, എന്നാലേ നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ ദുആക്ക് ഉത്തരം കിട്ടാതിരിക്കാനുള്ള വല്ല തടസ്സങ്ങളും നമ്മളെടുക്കലുണ്ടോ എങ്കിൽ ആ തടസ്സങ്ങൾ ഇല്ലാതാവുകയും വേണം. അപ്പോ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള ശുറൂത്തു ഇജാബത്തി ദുആ, ദുആക്ക് ഇജാബത്ത് കിട്ടാനുള്ള നിബന്ധനകളും വമവാനിഉൽ ഇജാബ, ഇജാബത്ത് കിട്ടാനുള്ള തടസ്സങ്ങളും, ഇത് രണ്ടും നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് അത് രണ്ടും ഇല്ലാതാകാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ ചോദിച്ച കാര്യം നമുക്ക് കിട്ടുന്നില്ല, അള്ളാഹു നമുക്ക് ഇജാബത്ത് തരുന്നില്ല എങ്കിൽ അള്ളാഹിനെ കുറ്റപ്പെടുത്തല്ല വേണ്ടത്. നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കണം. ദുആക്ക് ഉത്തരം കിട്ടാനുള്ള നിബന്ധനകൾ ഞാൻ പൂർത്തീകരിച്ചിട്ടുണ്ടോ, ദുആക്ക് ഉത്തരം കിട്ടുന്നതിന് വല്ല തടസ്സങ്ങളും എന്റെ അടുക്കലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. ആ ഷർത്തുകൾ പണ്ഡിതന്മാർ പലരും പല ഗ്രന്ഥങ്ങളിൽ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ ഷർത്ത് അൻ യകൂന ദാഇ ആലിമൻ ബി അന്നല്ലാഹ വഹദഹു ഹുവൽ ഖാദിറു അലാ ഇജാബത്തി ദുആഇഹി. ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിവുള്ളവൻ അല്ലാഹു മാത്രമാണ് എന്ന് ദുആ ചെയ്യുന്ന ആൾക്ക് അറിയണം. ലോകത്തൊരു മഖ്ലൂഖിനും എന്ത് ചെയ്യാൻ പറ്റില്ല, ദുആക്ക് ഉത്തരം ചെയ്യാൻ കഴിയില്ല. അതാർക്ക് മാത്രമേ സാധിക്കുള്ളൂ, അല്ലാഹുവിന് മാത്രമേ സാധിക്കുള്ളൂ എന്ന ബോധ്യം, അറിവ് നമുക്കുണ്ടാകണം. അമ്മൻ യുജീബുൽ മുൽതറ ഇദാ ദആ വയക്ഷിഫു സൂ. മുൽതറായ, ആവശ്യം കൊണ്ട് ബുദ്ധിമുട്ടിയ പ്രയാസപ്പെടുന്ന ഒരാൾക്ക് അയാളെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ, ദുആക്ക് ഇജാബത്ത് നൽകാൻ ആർക്കാണ് കഴിയുക? അല്ലാഹുവിനല്ലാതെ. അപ്പൊ അല്ലാഹ്ക്ക് മാത്രമേ മനുഷ്യന്റെ ദുആക്ക് ഉത്തരം ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്ന് അയാൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെടാത്ത കാര്യമായിരിക്കരുത് നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പലതും ചോദിക്കും, അല്ലേ? ഒരാള് മോഷണം നടത്താൻ വേണ്ടി പോവാണ്, ഒരാളെ പുര കുത്തി തുറന്നിട്ട് പൈസ എടുക്കാണ്. പടച്ചോനെ ആരും കാണാതിരുന്നെങ്കിൽ, ഒച്ച കേൾക്കാതിരുന്നെങ്കിൽ എന്നൊക്കെയാണ് ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈ കളവ് പൊളിയാതിരിക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഒരു അന്യബന്ധുമായിട്ട് അവിഹിത ബന്ധത്തിൽ ഏർപ്പെടാൻ പോവാ, ആരും കാണാതിരുന്നാൽ മതിയായിരുന്നു, ആരും അറിയാതിരുന്നാൽ മതിയായിരുന്നു, പടച്ചോനെ ആരും കാണരുതേ. ഇതൊരു പ്രാർത്ഥനയാണ് അയാളുടെ. പക്ഷെ എന്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന? ഒന്ന് വ്യഭിചാരത്തിന് വേണ്ടിയാണ്, മറ്റൊന്ന് മോഷണത്തിന് വേണ്ടിയാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും, അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കണം നമ്മൾ ചോദിക്കണം. ഇന്നലെ പറഞ്ഞ ഹദീസിലുണ്ടല്ലോ, ഇസ്മാകരുത്, ഖതിഅത്ത് റഹ്മാകരുത്, കുറ്റകരമായ കാര്യമാകരുത്, കുടുംബബന്ധം മുറിക്കുന്ന കാര്യമാകരുത്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് ഉത്തരം നൽകുകയില്ല. മൂന്നാമത്തേത് അല്ലാ യദ്ഉ ഇല്ലല്ലാഹ്, അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടും ദുആ ചെയ്യരുത്. അള്ളാഹിനോടും പറയാ, മൊയ്തീൻ ശൈഖിനോടും പറയാ,
അള്ളഹാനോടും പറയാ, കൂട്ടത്തിൽ ബദരീങ്ങളോടും പറയാ. അപ്പൊ സ്വീകരിക്കോ? അള്ളഹാനെ വിട്ടിട്ടില്ലല്ലോ, അള്ളഹാനോടും പറഞ്ഞിട്ടുണ്ടല്ലോ. പിന്നെ മഹാന്മാര് അവരോടും പറഞ്ഞിട്ടുണ്ട്. ഏതാ കിട്ടാന്നറിയില്ല, അങ്ങനെ ആയ സ്വീകരിക്കൂല. ഇപ്പൊ കണ്ടിട്ടില്ലേ, ബസ്സുകാർ പോകുമ്പോ മുസ്ലിമിന്റെ ബസ്സാണെങ്കിലും അമ്പലത്തിന്റെ അവിടെ എല്ലാ ബസ്സുകാരും 2 റുപ്യ എറിയുമ്പോ ഇവനും എറിയും. ഇനിയിപ്പോ മുത്തപ്പന്റെ തടസ്സവും വേണ്ട അവിടെയും. പിന്നെ അവിടുന്ന് അമ്പലത്തിൽ നിന്ന് ഒരു കമ്പിമ്മല് ഒരു ചെറുനാരങ്ങയും അതിന് മേലെ ഒരു പച്ചമുളകും, പിന്നെ ഒരു ചെറുനാരങ്ങയും, പിന്നെ ഒരു പച്ചമുളകും അതിങ്ങനെ തൂക്കിയിടും. അതും വാങ്ങും. കണ്ടില്ലേ, കുറച്ചങ്ങോട്ട് പോയാൽ പിന്നെ ഒരു ജാറുണ്ടാവും. ജാറത്തിന്റെ അവിടെ എത്തുമ്പോ അവിടെയും 5 റുപ്യ ഇടും അല്ലേ. അവിടുന്ന് കൊടുക്കും എന്തെങ്കിലും, അതും വാങ്ങും. ഇങ്ങനെ എല്ലാരെയും പ്രീതിപ്പെടുത്തി അവരെ കൊണ്ടൊക്കെയാണ് എന്റെ ബസ് ഇങ്ങനെ കേടുകൂടാതെ ഓടുന്നത് എന്ന് വിശ്വസിക്കുന്ന ഇവൻ തവക്കൽത്തു അലല്ലാഹ് ബോർഡും വെച്ചിട്ടുണ്ടാവും. വല്ല കാര്യമുണ്ടോ? ഉണ്ടോ? അപ്പൊ അങ്ങനെയായിട്ട് കാര്യമില്ല. അള്ളഹാനോടും പ്രാർത്ഥിക്കുക, അല്ലാത്തോടും പ്രാർത്ഥിക്കുക. അള്ളാഹ്ക്കും രക്ഷിക്കാൻ കഴിയും, മറ്റവർക്കും രക്ഷിക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുക. ഇവന് ഉത്തരം കിട്ടൂല. വഅന്നൽ മസാജിദ ലില്ലാഹ് ഫലാ തദ്ഉ മഅല്ലാഹി അഹദ. പള്ളികൾ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹുവോടൊപ്പം നിങ്ങൾ ആരോടും ദുആ ചെയ്യരുത്. അവിടെ മഅന ഉപയോഗിച്ച് അള്ളാന്റെ ഒപ്പം. അള്ളാഹിനെ വിളിക്കണം, അള്ളാഹിനെ ഒഴിവാക്കിയിട്ടില്ല. ചില മുസ്ലിയാക്കന്മാർ അങ്ങനെ പറയും, മിന്തൂനില്ല മിന്തൂനില്ല എന്നല്ലേ ഖുർആനിലുള്ളത്. അള്ളാഹിനെ വിട്ടിട്ട് എന്നല്ലേ, ഞങ്ങൾ വിട്ടിട്ടില്ലല്ലോ. വിടണമെന്നില്ല, അള്ളാഹിനോട് പറയാം, അതിന്റെ ഒപ്പം തന്നെ മൊയ്തീൻ ശൈഖിനോടും ബദരീങ്ങളോടും പറയാം. മനസ്സിലായില്ലേ? ഇപ്പൊ നിസ്കരിക്കുമ്പോ ഒക്കെ അള്ളാഹിനോട് പറയും. നിസ്കാരം കഴിഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോ വീഴാൻ പോകുമ്പോ ബദരീങ്ങളെ എന്ന് പറയാം. മനസ്സിലായില്ലേ? അപ്പൊ അത് ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. നീ ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കുക, സഹായം തേടുകയാണെങ്കിൽ അള്ളാഹുവിനോട് സഹായം തേടുക. അപ്പൊ അതൊരു ഷർത്താണ്. അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യുക, അവനല്ലാതെ മറ്റാരോടും ദുആ ചെയ്യാതിരിക്കുക. 4ാമത്തെ കാര്യം, നമ്മൾ പ്രാർത്ഥിക്കുന്നത് മനസ്സറിഞ്ഞുകൊണ്ട് ഹൃദയപൂർവ്വം അള്ളാഹുവിലേക്ക് മുന്നിട്ടുകൊണ്ടായിരിക്കണം. നമ്മുടെ മനസ്സ് അള്ളാഹുവിലേക്ക് മുന്നിടണം. മാത്രമല്ലേ, ഒരു ദുർബലമായൊരു മനസ്സോടുകൂടി ആയിരിക്കരുത് പ്രാർത്ഥിക്കുന്നത്. നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടി, മനസ്സുറപ്പോടുകൂടി എന്ന് പറയാറില്ലേ, ഉത്തരം കിട്ടും എന്ന ഒരു ഉറച്ച വിശ്വാസം നമുക്ക് വേണം. കിട്ടിയാ കിട്ടട്ടെ, ചോദിച്ചു നോക്കുക, അങ്ങനെ ആയിരിക്കരുത്. മനസ്സിലായില്ലേ? എന്റെ റബ്ബ് എനിക്ക് ഉത്തരം തരും എന്ന ഒരു ശുഭാപ്തി വിശ്വാസം ദുആ ചെയ്യുന്ന ആൾക്ക് വേണം. ഹൃദയം കൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നിടണം, മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണം, മനസ്സുറപ്പോടെ പ്രാർത്ഥിക്കണം. അതിന് തെളിവെന്താ? ഇമാം ഹാക്കിം റിവായത്ത് ചെയ്ത റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ്, ഉദ്ഉല്ലാഹ വഅൻതും മൂഖിനൂന ബിൽ ഇജാബ. നിങ്ങൾ അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ഉത്തരം കിട്ടുമെന്ന ഉറച്ച വിശ്വാസത്തുള്ളവരായിക്കൊണ്ട്. അള്ളാഹു ഇജാബത്ത് തരുമെന്ന യഖീനോടുകൂടി എന്ത് ചെയ്യണം? നിങ്ങൾ ദുആ ചെയ്യണം. വഅലമൂ, നിങ്ങൾ അറിയണം, അന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ. കണ്ടോ, അശ്രദ്ധമായ ഒരു ദുർബലമായ ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അതൊരിക്കലും അള്ളാഹു സ്വീകരിക്കുകയില്ല. അപ്പൊ ഗാഫിലായ, ഗാഫിൽ പറഞ്ഞാൽ അശ്രദ്ധമായ, ലാഹിൻ എന്നാലും അത് അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഒരു പരിഗണന നൽകാത്ത, അങ്ങനെ വെറുതെ ഇങ്ങനെ കോട്ടായിട്ട് അള്ളാഹ്, പിന്നെ ഒരു കോട്ടായിടുമ്പോ അള്ളാഹ്, അതൊന്നും അള്ളാഹു സ്വീകരിക്കൂല. നല്ല മനസ്സറിഞ്ഞ് മനസ്സുറപ്പോടുകൂടി നമ്മൾ അള്ളാഹുവിനോട് ചോദിക്കണം. 5ാമത്തെ ഷർത്ത്, നമ്മുടെ സമ്പാദ്യം മുഴുവനും ഹലാലായിരിക്കണം, ഹറാമിലൂടെ നേടിയതാകരുത്. നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ കുടിക്കുന്ന വെള്ളം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, നമ്മൾ സഞ്ചരിക്കുന്ന വാഹനം, നമ്മൾ താമസിക്കുന്ന വീട്, ഇതൊക്കെ എന്തായിരിക്കണം? ഹലാലിലൂടെ സമ്പാദിച്ചതാകണം. പലരും പറയും ഉത്തരം കിട്ടുന്നില്ല, ഉത്തരം കിട്ടുക. എങ്ങനെ ഉത്തരം കിട്ടുക? പലിശന്റെ കാറ്, പലിശ ലോണിന്റെ വീട്, പാർട്ട്ണറെ പറ്റിച്ചിട്ടുള്ള സമ്പാദ്യം, ഇങ്ങനെയൊക്കെയുള്ളത്. ഹറാമായ സാധനങ്ങൾ വിറ്റിട്ട് കിട്ടിയ പൈസ അല്ലേ? പാൻപരാഗ് വിറ്റിട്ടും, ലോട്ടറി ടിക്കറ്റ് വിറ്റിട്ടും, പൈങ്കിളി സാഹിത്യം വിറ്റിട്ടും, സിനിമാ സീഡി വിറ്റിട്ടും, അല്ലേ, പ്രതിമ വിറ്റിട്ടും, നിലവിളക്ക് വിറ്റിട്ടും, ഇങ്ങനെയൊക്കെയാ പൈസ ഉണ്ടാക്കുന്നത്. വല്ല കാര്യമുണ്ടോ? കട തുടങ്ങുമ്പോ ഉംറയ്ക്കൊക്കെ പോവും, ഉംറ കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് കട തുടങ്ങുക.
അള്ളാഹിനോടൊക്കെ പെർമിഷൻ വാങ്ങി വന്നിട്ട്, എന്നിട്ട് വിൽക്കുന്നതോ ഗണപതിന്റെ രൂപം. അതെന്താണോ? അതിവിടെ ഹിന്ദുക്കളാ കൂടുതൽ. അപ്പൊ ഇവിടെ ഗണപതി വിൽക്കാൻ ഞാൻ പറ്റൂല. നിലവിളക്ക്, പൂജാ സാധനങ്ങള്, ഇങ്ങനെയൊക്കെ ആവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ പൈസ ഉണ്ടാകണമെന്ന് മാത്രം. അപ്പൊ നമ്മുടെ സമ്പാദ്യത്തിൽ ഹറാമ് കലർന്നു. പലിശ, ചിട്ടില്ലേ, പലിശ ചിട്ടി, പിന്നെ കടവിപുലീകരണം, ലോണ്, ഇങ്ങനെയൊക്കെ. അപ്പൊ ഹറാമ് കലർന്ന നമ്മുടെ സമ്പാദ്യത്തിൽ അത് അള്ളാഹു സ്വീകരിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് ഹദീസിൽ പറയാണ്, യാ അയ്യുഹന്നാസ് ഇന്നല്ലാഹ ത്വയ്യിബുൻ ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ. മനുഷ്യരെ, അള്ളാഹു വിശിഷ്ടനാണ്, അവൻ വിശിഷ്ടമായത് മാത്രമേ സ്വീകരിക്കുള്ളൂ. ഹറാമിലൂടെ സമ്പാദിച്ചിട്ട് ആളുകളെ വിചാരം എങ്ങനെയാണ്? 5000 ഹറാമിലൂടെ നേടിയാൽ 500 യത്തീംഖാനക്കും പള്ളിക്കൊക്കെ കൊടുത്താ ബാക്കി 4500 ക്ലീനായിന. അള്ളാഹു സ്വീകരിക്കൂല. അള്ളാഹ്ക്ക് അങ്ങനെ ഹറാമിലൂടെ സമ്പാദിച്ചതിന്റെ ആവശ്യമല്ല. മനസ്സിലായില്ലേ? ഇന്നല്ലാഹ ത്വയ്യിബുൻ, അള്ളാഹു ത്വയ്യിബാണ്, വിശിഷ്ടനാണ്. ലാ യഖ്ബലു ഇല്ലാ ത്വയ്യിബ, ത്വയ്യിബ് അല്ലാതെ അള്ളാഹ് സ്വീകരിക്കൂല. വഇന്നല്ലാഹ അമറൽ മുഅ്മിനീന ബിമാ അമറ ബിഹിൽ മുർസലീൻ. മുർസലീങ്ങളോട് അള്ളാഹ് എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് മുഅ്മിനീങ്ങളോടും കൽപ്പിച്ചത്. ഞാൻ ഓതി വെച്ചായിട്ടില്ലേ, യാ അയ്യുഹർ റസൂൽ, ദൂതന്മാരെ, കുലൂ മിനത് ത്വയ്യിബാതി വഅമലു സാലിഹ, നിങ്ങൾ വിശിഷ്ടമായതിൽ നിന്നും തിന്നുക, നിങ്ങൾ സാലിഹായ അമലുകൾ ചെയ്യുക. ഇന്നി ബിമാ തഅമലൂന അലീം. കണ്ടോ? മാത്രമല്ല, യാ അയ്യുഹല്ലദീന ആമനൂ കുലൂ മിൻ ത്വയ്യിബാതി മാ റസഖ്നാകും, അതും പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളോട് അള്ളാഹ് പറഞ്ഞ എന്താ? വിശ്വാസികളെ, നിങ്ങൾക്ക് നാം നൽകിയ വിശിഷ്ടമായതിൽ നിന്ന് നിങ്ങൾ തിന്നണം. അപ്പൊ മുഅ്മിനീങ്ങളോട് കൽപ്പിച്ചത് തന്നെയാണ് ആരോടും കൽപ്പിച്ചത്? അള്ളാഹിന്റെ റസൂലുകളോടും അള്ളാഹു കൽപ്പിച്ചിട്ടുള്ളത്. സുമ്മ ദക്കറ റജുൽ, പിന്നെ റസൂലുള്ള ഒരു മനുഷ്യനെ കുറിച്ച് പറഞ്ഞു. യുതീലു സഫർ, അയാൾ ദീർഘമായി യാത്ര ചെയ്യുന്നു. യാത്രയുടെ ദൈർഘ്യം കാരണം അശ്അസ അഗ്ബർ, അയാളെ മുടിയൊക്കെ ജട കുത്തിയിട്ടുണ്ട്, കുളിക്കാൻ സമയമല്ല. യാത്രയോടൊപ്പം മരുഭൂമിയുടെ ഇങ്ങനെ പോവല്ലേ, ഇന്നത്തെ പോലെ ഇടക്കിടക്ക് നിർത്തി ലോഡ്ജ് കയറി റൂമെടുത്ത് കുളിച്ച് ഫ്രഷായി പിന്നെ അടുത്ത, അതൊന്നുമില്ലല്ലോ. അങ്ങനെ നീണ്ട യാത്രയാണ്. ഇപ്പൊ മുടിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? ജട കുത്തിയിട്ടുണ്ട്, പൊടിപുരണ്ട്. അക്ബർ, ശരീരമാകെ വസ്ത്രമൊക്കെ പൊടിപുരണ്ട്. അപ്പൊ പൊടിപുരണ്ട ശരീരവും വസ്ത്രവുമായി ജടകുത്തിയ മുടിയുമായി നീണ്ട യാത്രയാണ്. ഇന്നത്തെ മാതിരി ബസ്സിലും കാറിലും നല്ല പോണം, നടന്ന് യാത്ര ചെയ്യാണ്. യമുദ്ദു യദൈഹി ഇലസ്സമാ, അയാൾ ആകാശത്തെ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് പറയുന്നുണ്ട്, യാ റബ്ബി യാ റബ്ബി, എന്റെ റബ്ബേ എന്റെ റബ്ബേ എന്ന് പറയുന്നുണ്ട്. പക്ഷേ വമത്അമുഹു ഹറാം, അയാൾ തിന്നുന്നത് ഹറാമാണ്. വമശ്റബുഹു ഹറാം, അയാൾ കുടിക്കുന്നത് ഹറാമാണ്. വമൽബസു ഹറാം, അയാൾ ഉടുത്ത വസ്ത്രം ഹറാമാണ്. വഗുദിയ ബിൽ ഹറാം, അയാളെ ശരീരം പോഷിച്ചത് ഈ ഹറാമ് തിന്നിട്ടാണ്. ഫഅന്നാ യുസ്തജാബു ലിദാലിക്, അയാൾക്ക് എങ്ങനെ ഉത്തരം കിട്ടാനാണ്? കണ്ടോ, ദുആക്ക് ഉത്തരം കിട്ടാനുള്ള 4 കാരണങ്ങൾ അയാൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഏതൊക്കെയാണത്? ഒന്ന്, ഇതാലത്തു സഫർ, നീണ്ട യാത്ര. യാത്രക്കാരന്റെ പ്രാർത്ഥനയ്ക്ക് തന്നെ പ്രത്യേക ഉത്തരം കിട്ടും അല്ലേ? 3 ദുആകൾ ഉത്തരം കിട്ടും, സംശയമില്ല എന്ന് പറഞ്ഞാൽ ഒരാളാരാ? മുസാഫിറാണ്. സലാസു ദഅവാത്തിൻ മുസ്തജാബാത്ത്, 3 പ്രാർത്ഥനകൾ ഉത്തരം കിട്ടുന്നവയാണ്. ലാ ശക്ക ഫീന്ന, അതിൽ സംശയമില്ല. ഒന്ന്, ദഅവത്തുൽ മദ്ലൂം, മർദ്ദിക്കപ്പെട്ടവൻ, പീഡിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. നമ്മളൊരാൾ ഒരുപാട് ദ്രോഹിച്ചു, അയാൾ ആരും സഹായിക്കാനില്ല, അയാൾ അന്യനാട്ടിൽ നിന്ന് വന്ന ഒരാളാണ്, അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞ ആളാണ്, മർദ്ദിക്കുന്ന ഒരു വലിയ പൈസക്കാരും രാഷ്ട്രീയ സ്വാധീനമുള്ളവരൊക്കെയാണ്. ഈ സാധു അള്ളാഹിനോട് പ്രാർത്ഥിച്ച്, അവനാണ് മദ്ലൂം, മർദ്ദിതൻ, പീഡിപ്പിക്കപ്പെട്ടവൻ. അവന്റെ പ്രാർത്ഥന അത് ഉത്തരം കിട്ടാൻ വളരെ എളുപ്പമുള്ളത്. അവനും പ്രാർത്ഥനക്കും അള്ളാഹ്ക്കും ഇടയിൽ ഒരു മറയുമില്ല എന്ന് വേറെ ഹദീസുണ്ട്. രണ്ടാമത്തേത് ദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥന, അത് ഉത്തരം കിട്ടാൻ സാധ്യതല്ല. സാധാരണ ആര് യാത്ര പോകുമ്പോഴും നമ്മൾ പറയും, നിങ്ങൾ യാത്ര പോവാണ്, നിങ്ങളെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും, നമ്മളെ കാര്യം മറക്കരുത് എന്ന് നമ്മൾ പറയും. എന്തിനാ? മുസാഫിറിന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. പിന്നെ മൂന്നാമത്തത് ദഅവത്തുൽ വാലിദി വലദിഹി, ഒരു രക്ഷിതാവ് തന്റെ സന്താനത്തിന്, മക്കൾക്ക് അനുകൂലമായി നടത്തുന്ന പ്രാർത്ഥന. മറ്റൊരു റിവായത്തിൽ അലാ വലദിഹി, സന്താനങ്ങൾക്കെതിരായി നടത്തുന്ന പ്രാർത്ഥന. ബാപ്പ അല്ലെങ്കിൽ ഉമ്മ മക്കൾക്ക് അനുകൂലമായി പ്രാർത്ഥിച്ചാലും മക്കൾക്കെതിരായി പ്രാർത്ഥിച്ചാലും
ഉത്തരം കിട്ടാൻ സാധ്യതയുണ്ട്. ചില ആളുകളൊക്കെ ഉമ്മാനും ബാപ്പാനൊക്കെ കുറച്ച് ആരോഗ്യവും ഇതൊക്കെ വരുമ്പോ പിന്നെ തള്ളയെപ്പോ തമ്പയെപ്പോ എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിപ്പോവും. ആ വാപ്പ ഒന്ന് പ്രാർത്ഥിച്ചായി, നീയൊന്നും ഗുണം പിടിക്കൂലടാ, നീയൊന്നും രക്ഷപ്പെടൂലടാ എന്നൊരൊറ്റ വാക്ക് പറഞ്ഞായി പോയടത്തൊന്നും ശരിയാവില്ല. എത്ര വിസെടുത്ത് പോയാലും തല ഉത്തരം കിട്ടുന്നവരും. മനസ്സിലായില്ലേ? അപ്പൊ മാതാപിതാക്കൾ മക്കൾക്കെതിരിൽ നടത്തുന്ന പ്രാർത്ഥന, മക്കൾക്ക് അനുകൂലമായി നടത്തുന്ന പദ്ധതി രണ്ടും എന്താണ്? ഉത്തരം കിട്ടാൻ. അപ്പൊ ഇയാൾക്കിപ്പോ ഏതുണ്ട്? ഇയാള് മുസാഫിറ, നീണ്ട യാത്രയാണ്, അത് ഉത്തരം കിട്ടാൻ സാധ്യതയുള്ളൊരു കാര്യമാണ്. പിന്നെ അശഅത്ത് അഖ്ബർ, ഇയാള് പിന്നെ പൊടി പുരണ്ട വസ്ത്രവും വെടകുത്തിയ മുടിയുമാണ്. അത് യഥാർത്ഥത്തിൽ അയാളുടെ വിനയത്തിന്റെയും താഴ്മയുടെയും അടയാളമാണ്. അയാൾ വേറൊന്നിനും ഒരു കാര്യം ശ്രദ്ധിക്കാതെ അയാൾ അള്ളാഹുവിനോട് ചോദിച്ചുകൊണ്ടേ പോവാണ്, വേറൊരു കാര്യം ശ്രദ്ധിക്കുന്നേ ഇല്ല. അത്രമാത്രം അയാൾ വിനയത്തിനും താഴ്മയിലുമാണ്. എന്നിട്ടും റസൂൽ പറഞ്ഞില്ലേ, റുബ്ബ അശ്അസ മദ്ഫൂഇൻ ബിൽ അബ്വാബ് ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. കണ്ടോ, എത്രയെത്ര മുടി ജടകുത്തിയ ആളുകളുണ്ട്, അവർ വാതിൽക്കൽ വീടുകളിൽ ചെല്ലുമ്പോ ആട്ടി അകറ്റപ്പെടുന്നു. മദ്ഫൂഇൻ ബിൽ അബ്വാബ്, അവർ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് വല്ലതും പറഞ്ഞാൽ അള്ളാഹു അവർക്ക് നിറവേറ്റി കൊടുക്കും. ഇത് ഇമാം നവവി ഇതിനെ വിശദീകരിച്ചിട്ടുണ്ട്. അൽ അശ്അസ് മുലബ്ബദു ശഅർ അൽ മുഗബ്ബർ ഗൈറു മദ്ഹൂനിൻ വലാ മുറജ്ജൽ, മുടി എണ്ണ തേക്കാതെ ചീകാതെ അങ്ങനെയുള്ള ആള്. മദ്ഫൂഇൻ ബിൽ അബ്വാബ് ഐ ലാ ഖദർ ലഹു ഇൻദന്നാസ്, ജനങ്ങളെടുത്തൊരു നിലയും വിലയില്ല അയാൾക്ക്. ഫഹും യദ്ഫഊനഹു അൻ അബ്വാബിഹിം, വാതിലുകളിൽ നിന്ന് ചെല്ലുന്നവർക്കൊക്കെ അയാളെ വയലർച്ച ഓടുന്നു എന്ന് പറഞ്ഞ ആട്ടി വിടുകയാണ്. വയത്രുദൂനഹു ഇഹ്തിഖാറൻ ലഹു, അയാളെ നിസാരമാക്കിക്കൊണ്ട് പരിഹസിച്ചുകൊണ്ട് അങ്ങനെ ആളുകളെ കാട്ടുന്നു. പക്ഷേ അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്ത് അയാള് എന്തെങ്കിലും പറഞ്ഞാൽ അള്ളാഹു അയാൾക്കത് നിറവേറ്റി കൊടുക്കും. ബി ഇജാബത്തി സുആലിഹി, അയാളുടെ ചോദ്യത്തിന് ഉത്തരം നൽകിക്കൊണ്ട്. അപ്പൊ ആളുകൾ ചിലപ്പോ പരിഗണിക്കാത്ത, കണ്ടാലൊരു പരിഗണനയും വെക്കാത്ത അയാളെ വസ്ത്രവും കോലമൊക്കെ കണ്ട എന്താ അയാള്, ആരും പരിഗണിക്കില്ല. പക്ഷെ അള്ളാഹുവിന്റെ അടുക്കൽ അയാൾ എന്തായിരിക്കും? ഉത്തരം കിട്ടുന്ന ആളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ആളാണ് ഇയാളും. ഇയാൾ അശ്അസാണ്, അഖ്ബറാണ് അല്ലേ? ആളുകളെ കണ്ടാൽ നിസാരനാണ്, അയാളെ മുടിയൊന്നും വേണ്ട പോലെ ചെയ്യില്ല, അയാൾക്ക് എന്നും ശ്രദ്ധല്ല, എന്നും കഴിയുന്നില്ല അയാൾക്ക്. അയാൾ ഈ യാത്രയിൽ ഇങ്ങനെ സാഹിദായിട്ട് പോവാണ്. കണ്ടോ, മൂന്നാമത്തെ കാര്യം, അയാള് കൈ ഉയർത്തിയിട്ടുണ്ട്. കണ്ടോ, കൈ ഉയർത്തി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ കൈ ഉയർത്തൽ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള അദബിൽപ്പെട്ടതാ. അപ്പൊ യാ റബ്ബി യാ റബ്ബി എന്നാ പ്രാർത്ഥിക്കണത്. അത് നാലാമത്തെ കാര്യം. കണ്ടോ, പ്രാർത്ഥിക്കുന്നത് റബ്ബിനോടാണ്, എന്റെ റബ്ബ് എന്റെ റബ്ബ്, കൈ ഉയർത്തിക്കൊണ്ടാ പ്രാർത്ഥിക്കുന്നത്. ഈ 4 കാരണം അയാൾക്ക് ഉണ്ടായിട്ടും അയാൾക്ക് ഉത്തരം കിട്ടുന്നില്ല. എന്താ കാരണം? ഹറാമാണ് അയാൾ ഉടുത്തത്, ഹറാമാണ് അയാൾ തിന്നുന്നത്, ഹറാമാണ് അയാൾ കുടിക്കുന്നത്. അതുകൊണ്ട് അയാൾക്ക് ഉത്തരം കിട്ടുകയില്ല. അപ്പൊ നമ്മൾ ഈ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള എല്ലാ നിബന്ധനകളും പൂർത്തിയായാലും ഈ നിബന്ധന ഒത്തില്ലെങ്കിൽ എന്താവില്ല? നമ്മുടെ ദുആക്ക് ഉത്തരങ്ങൾ. അതുകൊണ്ട് നമ്മുടെ സമ്പാദ്യം ഹലാലായിരിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മുടെ വാഹനം, നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം, നമ്മൾ കുടിക്കുന്ന പാനീയം, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ഇതൊക്കെ ഹലാലിലൂടെ സമ്പാദിച്ചതായിരിക്കണം. അല്ലെങ്കിൽ നമുക്ക് ഉത്തരം കിട്ടുകയില്ല. ഇവിടെ കൈ ഉയർത്തുന്നതിനെ സംബന്ധിച്ച് പറയുമ്പോ അത് ദുആന്റെ അദബിൽപ്പെട്ടതാണ്. പക്ഷേ ഇല്ലാ ഫി ഹാലത്തിൻ വാഹിദ ഫി ഖുത്ബത്തുൽ ജുംഅ ഫയുക്റഹു റഫ്ഉഹുമാ ലിൽ ഖതീബി വൽ മുസ്തമിഇ മാ ലം യസ്തസ്ഖിൽ ഖതീബ് ഫി ഖുത്ബത്തുൽ ജുംഅ ഫയുസന്നു ലഹു വലിൽ മഅ്മൂർ റഫ്ഉ മാ ഹാല ദുആ ലിൽ ഇസ്തിസ്ഖാ. ഖുത്ബ നടത്തുന്ന ആള് കൈയർത്താൻ പാടില്ല, മഅ്മൂമിങ്ങളും കൈയർത്താൻ പാടില്ല. ഇപ്പൊ എല്ലാ പള്ളിയിലും ഇമാമ് പ്രാർത്ഥിക്കുക, മഅ്മൂമിങ്ങളൊക്കെ കൈയർത്തിയിട്ട് ആമീൻ പറയുക. ഇതിന് യാതൊരു തെളിവില്ലാത്ത സംഗതിയാണ്. മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടാൽ ഖതീബ് മിമ്പറിൽ നിന്ന് മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എന്ത് ചെയ്യാം? കൈ ഉയർത്താം. റസൂൽ ഇങ്ങനെ ഉയർത്തിന, കച്ചത്തിന്റെ വെള്ള കണ്ടുന. നമ്മളമാതിരി ഇങ്ങനെ കൈയുള്ള കുപ്പായൊന്നും ഉണ്ടാവില്ല, ഒരു പൊതയിലുണ്ടാവുക. കൈ ഇങ്ങനെ ബന്ധിച്ചാലോ കച്ചം കാണുമല്ലോ, അങ്ങനെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് ഹദീസുണ്ട്. ഈ സന്ദർഭത്തിലല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല? കൈ ഉയർത്താൻ പാടില്ല.
മനസ്സിലായില്ലേ? ഒരാൾ കൈ ഉയർത്തിയപ്പോ സഹാബി പറഞ്ഞു, നിങ്ങൾ ആ കയ്യിൽ അല്ലാഹ് നശിപ്പിക്കട്ടെ എന്നുണ്ട്. അത്രമാത്രം കർശനമായി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കൈ ഉയർത്താന്നുള്ളത് പ്രാർത്ഥനന്റെ ഒരദബായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്താത്ത സ്ഥലത്ത് നമ്മൾ കൈ ഉയർത്താൻ പാടില്ല. അപ്പൊ ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് ചില ആളുകൾ നിസ്കാരത്തിൽ ഇങ്ങനെ കോട്ടാവിട്ട് അങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി അവിടെ മാന്തി ഇവിടെ മാന്തിക്ക് നിൽക്കും. നിസ്കാരം കഴിഞ്ഞാൽ ഭയങ്കര ഭക്തിയ, അല്ലാഹ് അതുകൊണ്ട് ഇങ്ങനെ വിറച്ചിട്ട് എന്തോ ഒരു ഭക്തിയാ. സലാം വീട്ടുന്നത് വരെ 3 കോട്ടാവി ഉണ്ടാവും ഒരു റക്അത്തിൽ അല്ലേ? അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ ഇങ്ങനെ ഓരിട്ട് കൊടുക്കും. ശൈത്താന്റെ അല്ലേ? റസൂൽ പറഞ്ഞില്ലേ, അത്തസാഉബു മിനശ് ശൈത്താൻ, കോട്ടാവി ശൈത്താനിൽ നിന്നാണ്. ഫൈദാ തസാഅബ അഹദുക്കും ഫി സ്വലാത്ത്, നിങ്ങൾക്ക് നിസ്കാരത്തിൽ കോട്ടാവി വന്നാൽ ഫൽയക്രിം മസ്തതഅ, കഴിയുന്നത്ര അതിനെ അമർത്തിക്കൊള്ളട്ടെ, പുറത്തുകൂടെ വിടരുത്, ഇങ്ങനെ കടിച്ചമർത്തണമെന്നാണ്. അതൊന്നും ശ്രദ്ധിക്കൂല. നിസ്കാരം കഴിഞ്ഞാൽ ഭയങ്കര ഭക്തി ഇങ്ങനെ വിറപ്പിച്ചിട്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരൊറ്റ ഫർള് നിസ്കാരത്തിന് ശേഷം എന്ത് ചെയ്തിട്ടില്ല? കൈയെത്തി പ്രാർത്ഥിച്ചിട്ടില്ല. ഇപ്പൊ കൂട്ടപ്രാർത്ഥന ഇല്ല അറിഞ്ഞപ്പോ കയ്യെത്തി പ്രാർത്ഥനയില്ലേ? ആളുകൾ അങ്ങനെ ചോദിക്കുക. ഓരോന്നോരോന്ന് ഇല്ലാതാക്കുന്ന ഉണ്ടെങ്കിലല്ലേ ഇത് നമ്മൾ തുടങ്ങിയ എക്സ്ട്രാ ഫിറ്റിംഗ് അല്ലേ? മനസ്സിലായില്ലേ? അപ്പൊ അങ്ങനെ ഒന്നും ഏർപ്പാടില്ല. ഒരൊറ്റ ഹദീസ് കൊണ്ടുവന്നാൽ മതി. പിന്നെ ഇപ്പൊ ആളുകൾ എന്താ ചെയ്യുന്ന കാര്യങ്ങള്? കൈ ഉയർത്തിയ കുറെ സന്ദർഭങ്ങളുണ്ട്. റസൂലും സഹാബത്ത് കൈയെത്തി പ്രാർത്ഥിച്ച് ആ ഹദീസൊക്കെ ഇങ്ങോട്ട് ചാർജ് ചെയ്യും. ഒരു ഉദാഹരണം പറയാം. ഒരു ഹദീസ്, ഇന്ന റബ്ബക്കും ഹയ്യുൻ സിത്തീറുൻ യസ്തഹ്യി മിൻ അബ്ദിഹി ഇദാ റഫഅ യദൈഹി ഇലൈഹി അൻ യർദഹുമാ സിഫ്റ. നിങ്ങളുടെ റബ്ബ് അവൻ ലജ്ജിക്കുന്നവനാണ്, മറച്ചുവെക്കുന്നവനാണ്. യസ്തഹ്യി മിൻ അബ്ദിഹി, തന്റെ അടിമയിൽ നിന്നും അവൻ മടിക്കുന്നു, സങ്കോചം കാണിക്കുന്നു. ഇദാ റഫഅ യദൈഹി, 2 കൈയും അവനിലേക്ക് ഉയർത്തിയാൽ അൻ യർദഹുമാ സിഫ്റ, വെറും കൈയോടെ അതിനെ മടക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ലജ്ജയാണ്. അപ്പൊ വെറും അള്ളാഹിന്റെ അടുത്ത് കൈ ഉയർത്തിയാൽ അള്ളാഹ് കൊടുക്കുന്ന അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പറഞ്ഞു നിസ്കാരശേഷം കൈ ഉയർത്തേണ്ടാണ്. ഈ ഹദീസ് ഉദ്ധരിക്കും. ഇതുപോലെ കൈ ഉയർത്തണം എന്ന് പറഞ്ഞ കുറെ ഹദീസുകളുണ്ട്. അപ്പൊ അതൊന്നും പിടിച്ച് ഫിറ്റാക്കാൻ പറ്റൂല. കാരണം അത് പഠിപ്പിച്ച റസൂല് 20,000-ഓളം വഖത്ത് ഫർള് നിസ്കരിച്ചു. കൈ ഉയർത്തൽ ദുആന്റെ അദബായി പഠിപ്പിച്ച റസൂല് 20,000-ഓളം വഖത്ത്. 20,000 എങ്ങനെ കിട്ടിയത്? എങ്ങനെ കിട്ടിയ സാധിക്കുക? എന്നാ ഫർള് നിസ്കാരം നിർബന്ധാക്കിയത്? മിഅ്റാജില് അല്ലേ? മിഅ്റാജ് എപ്പോഴുണ്ടായത്? ഹിജറന്റെ 1 കൊല്ലം മുമ്പ് അല്ലെങ്കിൽ 2 കൊല്ലം മുമ്പ്. അപ്പൊ ഹിജറ കഴിഞ്ഞിട്ട് 10 കൊല്ലം, 1 കൊല്ലപ്പുറം 11 കൊല്ലം. 11 × 360 എത്ര ഉണ്ടാവും? ചില വിവാഹത്തിൽ 12 2 കൊല്ലം മുമ്പ് എന്നുണ്ട്. ഇപ്പൊ 12 × 360 അപ്പൊ ഏതാണ്ട് 20,000 വരും. × 5 12 × 360 × 5 ഒരു 5 അങ്ങനെ 20,000-ഓളം വഖത്ത് അള്ളാന്റെ റസൂല് നമസ്കരിച്ചിട്ടുണ്ട്. എന്നിട്ടും ഒരിക്കൽ പോലും എന്ത് ചെയ്യില്ല? ഫർള് നിസ്കാരം കഴിഞ്ഞിട്ട് കൈയുയർത്തിയില്ല. ഫർള് നിസ്കാരം കഴിഞ്ഞാൽ എന്തൊക്കെയാ ചെയ്യേണ്ടത്? റസൂൽ പഠിപ്പിച്ചിട്ടില്ലേ? അസ്തഗ്ഫിറുല്ലാഹ് 3 പ്രാവശ്യം പറയണം. പിന്നെ അല്ലാഹുമ്മ അന്തസ്സലാം മിങ്കസ്സലാം അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അതൈത ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു. ഇതൊക്കെ ദിക്റുകളൊക്കെ പഠിപ്പിച്ചു. പക്ഷെ എന്ത് ചെയ്തില്ല? കൈയുയർത്തിയില്ല. അപ്പൊ ഫർള് നിസ്കാരം. പിന്നെ ചില ആളുകൾ തെളിവുകൊണ്ടുവരാ, തഹജ്ജുദിന് ശേഷം റസൂൽ കൈയുയർത്തി പ്രാർത്ഥിച്ച്. അത് നമുക്ക് തർക്കല്ല. സുന്നത്തായപ്പോ ഈ തറാവീഹിന് ശേഷം കൈയുയർത്തി പ്രാർത്ഥിച്ചാൽ തെറ്റായ കാര്യമല്ല. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തിയ സ്ഥലത്തെ നമ്മൾ കൈയുയർത്താവൂ. റസൂൽ കൈ ഉയർത്താത്ത സ്ഥലത്ത് എന്ത് ചെയ്യാൻ പാടില്ല? കൈയുയർത്താൻ പാടില്ല. കൈയുയർത്താനുള്ള പൊതുവായ ഹദീസുകൾ ഒരിക്കലും തന്നെ ഇതിലേക്ക് തെളിവായി കൊണ്ടുവരാൻ പാടില്ല. ഇപ്പൊ കൂട്ടപ്രാർത്ഥനക്കാരും അങ്ങനെയാണല്ലോ ചെയ്യണത്. കൂട്ടപ്രാർത്ഥന നടത്തണം എന്നുള്ളത് എന്താ ചെയ്യാ? നബി എവിടെയോ കൂട്ടപ്രാർത്ഥന നടത്തിയ ഹദീസ്, ഒരാൾ പ്രാർത്ഥിക്കുകയും മറ്റൊരാൾ ആമീൻ പറയുകയും ചെയ്താൽ എന്നിട്ട് റസൂല് പ്രാർത്ഥിച്ചും സഹാബത്ത് ആമീൻ പറഞ്ഞു കൊണ്ടുവരും. അതിവിടെ പറ്റുമോ? അത് നിസ്കാരത്തിന് ശേഷമാണോ? അപ്പൊ നമ്മൾ തിരിച്ചു ചോദിക്കും, ശരി അത് നിസ്കാരത്തിന് ശേഷമാണോ? അല്ല. അപ്പൊ നിസ്കാരത്തിന് ശേഷം മാത്രമേ നമ്മൾ സ്വീകരിക്കുള്ളൂ. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ കൈ ഉയർത്തുന്നതിന്
ചില ആളെങ്ങനെയൊക്കെ, ചില ആളിങ്ങനെ അല്ലാ അതങ്ങനെ പ്രാർത്ഥിക്കുമ്പോഴേ, ചില ആളിങ്ങനെ ഇങ്ങനെ ഇതൊന്നുമില്ല, ഇങ്ങനെ അർപ്പിക്കണ്ടേ, രണ്ട് കൈയും ചേർത്തി ഇതിങ്ങനെ, അതായത് ഉൾഭാഗം ആകാശത്തിലേക്കും താഴ്ഭാഗം ഭൂമിയിലേക്കും, അല്ലെങ്കിൽ മുഖം മറച്ചുകൊണ്ട് ഇങ്ങനെ കന്നഅബിഹാവജവുന്നുണ്ട്. ഇങ്ങനെ ഈ രണ്ട് രൂപമാണ് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇതിന്റെ നേരെയാണ് ഉയർത്തുന്നത്, ഇത്ര ഇങ്ങനെ ഉയർത്താം, പിന്നെ ഇങ്ങനെ ഉയർത്താം, ഇങ്ങനെ ഉയർത്താം. പിന്നെ മഴക്കുകൊണ്ട് പ്രാർത്ഥിച്ചപ്പോൾ നബി ഇങ്ങനെ ഉയർത്തിയിട്ടുണ്ട്. മനസ്സിലായില്ലേ? ആ ഹദീസ് വെച്ചിട്ട് ചില ആളുകൾ മഴക്കുകൊണ്ടുള്ള പ്രാർത്ഥന അല്ലാതെ കയ്യുയർത്താൻ പാടില്ല എന്ന് വാദിച്ചിട്ടുണ്ട്. തമിഴ്നാട്ടിലെ പി ജൈനുല്ലാബിദിനൊക്കെ വാദക്കാരനാണ്. കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യർഫഉ യദൈഹി ഫീ ശൈഇൻ മിൻ ദുആഇഹി ഇല്ലാ ഫിൽ ഇസ്തിസ്ഖാ. അല്ലാഹുവിന്റെ റസൂൽ മഴയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴല്ലാതെ ഒരു പ്രാർത്ഥനയും കൈയുയർത്തിയിട്ടില്ല. വഇന്നഹു യർഫഉ അത്താ യുറാ ബയാദു ഇബ്തൈഹി. അവിടെ നബി രണ്ട് കച്ചത്തിന്റെയും വെള്ള കാണുന്ന അത്ര ഉയർത്താറുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആ രീതിയിലുള്ള ഉയർത്തൽ എവിടെയുള്ളൂ? ഇസ്തിസ്ഖായിൽ മാത്രമേ ഉള്ളൂ. അല്ല മറ്റൊന്നിനും മറ്റൊക്കെ ഉയർത്തിയ ധാരാളം ഹദീസുകൾ വ്യക്തമായി വന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ഉയർത്തിയത് എവിടെ ഉള്ളൂ? ഇസ്തിസ്ഖായിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ബദറിൽ പ്രാർത്ഥിച്ചപ്പോൾ കൈ ഉയർത്തിയില്ലേ അല്ലേ? അപ്പൊ അതാണ്. അപ്പൊ അതുകൊണ്ട് അത് ചില ആളുകള് തെറ്റിദ്ധരിക്കാറുണ്ട്. പിന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് ഇങ്ങനെ മുഖം തടവും, ചില ആളുകള് ദേഹത്തൊക്കെ തടവും, ഇങ്ങനെയൊക്കെ ആക്കും അല്ലേ? ഈ പട്ടാണികൾ കാണാൻ ഇങ്ങനെ ആക്കും, രണ്ടുപേരിലും പിടിച്ചിട്ട് എന്നിട്ട് കണ്ണിന് വെളിച്ചം കിട്ടാനാണ് അറിയാം. ഇതെല്ലാം ഖുറാഫാത്താണ്. ഇതൊന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതല്ല. ഇപ്പൊ ഖുനൂത്തിൽ നമ്മൾ കൈയുയർത്തുന്നു. എന്താ? നാസിലത്തിന്റെ ഖുനൂത്തിൽ സഹാബികൾ കൈയുയർത്തിയതായിട്ട് ഹദീസുണ്ട്. അത് കഴിഞ്ഞിട്ട് മുഖം തടവും ചില ആളുകൾ. അതുണ്ടോ? ഇല്ല, മുഖം തടവുന്നതിന് തെളിവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്രയും കാര്യങ്ങളാണ് അത് സംബന്ധമായി നമ്മൾ മനസ്സിലാക്കാനുള്ളത്. ഇനി മറ്റൊരു നിബന്ധന, അദ്ദുആഉ ബിമാ ശുരിഅ, ഉത്തരം കിട്ടാനുള്ള അദബിൽപ്പെട്ടതാണ്. ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ദുആകളായിരിക്കണം നമ്മൾ പറയേണ്ടത്. ശരീഅത്തിന് വിരുദ്ധമായ ദുആകൾ പാടില്ല. ഇപ്പൊ ആളുകളൊക്കെ അള്ളാഹിനോട് തന്നെ ആയിരിക്കും പ്രാർത്ഥിക്കുന്നത്, പക്ഷേ മഹാന്മാരെ ഹക്കോ ജാഹോ ബർക്കത്ത് ഇടയിൽ കയറ്റും അല്ലേ? മൊയ്യദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട് പടച്ചവനെ നീ എന്നെ രക്ഷിക്കണേ. ഇപ്പൊ ചോദിക്കണ ആരോടാ? പടച്ചവനോടാ. പക്ഷെ എന്ത് കയറ്റിയില്? മൊയ്യദ്ദീൻ ശൈഖിന്റെ ഹക്ക് കയറ്റി അല്ലേ? റസൂലുള്ളാഹിന്റെ ജാഹ് കൊണ്ട്, ബദരീങ്ങളെ ബർക്കത്ത് കൊണ്ട് പടച്ചവനെ എന്നെ രക്ഷിക്കണേ. അപ്പൊ ഞങ്ങൾ അല്ലാത്തോടൊന്നും പ്രാർത്ഥിക്കല്ല, ഞങ്ങൾ അള്ളഹാനോട് തന്നെ പ്രാർത്ഥിക്കണേ. പക്ഷെ മഹാന്മാരെ ഹക്ക് ജാഹ് ബർക്കത്ത് അത് ഉത്തരം കിട്ടാൻ എളുപ്പം എന്ന നിലക്ക് എന്റെ ഇടയിൽ കയറ്റും. ഇത് റസൂൽ പഠിപ്പിച്ചതാണോ? ഈ ഖൗമിന് ഹക്കും ജാവും ബർക്കത്തും എന്താണെന്ന് അറിഞ്ഞൂടാ. എന്താ ഹക്ക് പറഞ്ഞ? ഹക്ക് അതെന്റെ ഹക്കാണ് മുഹമ്മദ്, നീ തുടരുതെന്ന് പറയും. എന്താ അതിന്റെ അർത്ഥം? അവകാശം. അതെന്റെ അവകാശമാണ്, നിനക്ക് തൊടാൻ പാടില്ല. അപ്പൊ ആ ഹക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ സത്യം നടത്തണ്ട ഹക്കിന് അല്ലേ? ഹക്കും ബാത്തിലും അല്ലേ? സത്യോ സത്യം. ഇവിടെ അർത്ഥം അവകാശമാണ്. അപ്പൊ മൊയ്യദ്ദീൻ ശൈഖിന്റെ ഹക്ക് കൊണ്ട് മൊയ്യദ്ദീൻ ശൈഖിന് അള്ളാഹിന്റെ അടുക്കൽ വല്ല അവകാശമുണ്ടോ? ഉണ്ടോ? ബദരീങ്ങളെ ഹക്കുണ്ട്, ബദരീങ്ങൾക്ക് വല്ല അവകാശമുണ്ടോ? ആർക്കും അള്ളാഹിന്റെ അടുക്കൽ ഒരു അവകാശമല്ല. ഒക്കെ അള്ള കൊടുത്ത ഔദാര്യം മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പ്രയോഗം തന്നെ തെറ്റാണ്. എന്നിട്ട് ഇതിലെന്താ തെളിവെന്നറിയോ? സമസ്തക്കാരെ മദ്രസയിൽ ഇപ്പൊ ഒരു ഹദീസ് കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹിന്റെ പോറ്റുമ്മ ഫാത്തിമ ബിന്ത് അസദ് മരിച്ചപ്പോ കുഴിച്ചു വെച്ച ഖബറിൽ റസൂലുള്ളാഹി ചെന്ന് ചെരിഞ്ഞു കിടന്നിട്ട് ഒരു പ്രാർത്ഥിച്ചു എന്നാ, അല്ലാഹുമ്മ ഗഫിർ ലി ഉമ്മി, എന്റെ പോറ്റുമ്മാക്ക് പുറത്തു കൊടുക്കണേ. എന്നിട്ട് ബിഹഖി നബിയിക വൽ അംബിയാ ഇല്ലദീന മിൻ ഖബ്ലി, നിന്റെ നബിയുടെ ഹക്ക് കൊണ്ട് എന്റെ മുമ്പുള്ള അമ്പിയാക്കളെ ഹക്ക് കൊണ്ടും. ദുർബലമായ തെളിവിന് കൊള്ളാത്ത റിപ്പോർട്ടത്. വാദപ്രതിവാദങ്ങളിലും മറ്റൊന്നും ഉന്നയിക്കൂല. കാരണം അപ്പ പറയുക റൈഫാണ്. മുസ്ലിയാരെ വ്യവസ്ഥ വായിക്കണം. രണ്ടാമത്തെ വ്യവസ്ഥ സഹിയായ ഹദീസാണ്, അതുകൊണ്ട് അവിടെ പറയില്ല. ഇങ്ങനത്തെ ബുക്കിൽ കുറി ഈ പാവപ്പെട്ട കുട്ടികൾ
3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് 5, 3, 8 വയസ്സായ കുട്ടികൾ അത് ചൊല്ലി പഠിക്കുകയാണ്. അപ്പൊ ഒരൊറ്റ സഹീഹായ ഹദീസിലും മഹാന്മാരുടെ ഹക്ക് കൊണ്ടുള്ള പ്രാർത്ഥന വന്നിട്ടില്ല. അതുകൊണ്ട് അത് ബിദ്അത്താണ്. പിന്നെ ജാഹു, എന്താ ജാഹു പറഞ്ഞ? ജാഹു ജാഹിന്റെ അർത്ഥം എന്താ? പേര്, പ്രശസ്തി, മഹത്വം, പദവി, ഇതൊക്കെയാണ് അർത്ഥം. മഹാന്മാരുടെ ജാഹു കൊണ്ട്, മഹാന്മാരുടെ മഹത്വം കൊണ്ട്, മഹാന്മാർക്ക് അള്ളാഹിനെടുക്കുള്ള പ്രശസ്തി കൊണ്ട്, മഹാന്മാർക്ക് അള്ളാഹിനെടുക്കുള്ള പദവി കൊണ്ട്, അവർക്ക് പദവിയുണ്ട്, പേരുണ്ട്, പ്രശസ്തി ഉണ്ട്, അതിനൊന്നും നമുക്ക് സംശയമല്ല. പക്ഷെ ദ്വായനത് എടുത്ത് പറയുകയാണെങ്കിൽ എന്ത് വേണം? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കണം. കാരണം ദ്വാ ഇബാദത്താണ്. ഇബാദത്ത് എങ്ങനെ വേണമെന്ന് ആരാ പഠിപ്പിക്കേണ്ടത്? റസൂലുള്ള പഠിപ്പിക്കണം. ഇപ്പൊ ഇബ്രാഹിം നബിക്ക് ജാഹു മഹത്വല്ലേ, പദവിയില്ലേ? എല്ലാ അമ്പിയാവിനും എന്തുണ്ട്? പദവിയുണ്ട്. എന്നിട്ട് ദ്വായനെടുത്ത് പറഞ്ഞോ? റസൂൽ എത്ര ദ്വാ പഠിപ്പിച്ച്? പള്ളിയിൽ കയറുമ്പോഴുള്ള ദ്വാ അത് ഇബ്രാഹിം നബിന്റെ ജാഹു ഉണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇസ്മായിൽ നബിന്റെ ജാഹു ഉണ്ട്. ബാത്റൂമിൽ കയറുമ്പോൾ ലൂത്ത് നബിന്റെ ജാഹു ഉണ്ട്. ഇങ്ങനെ ഓരോ സമയത്ത് ഓരോ നബിമാരുടെ ജാഹും ബർക്കത്തും ഒക്കെ ഉണ്ടോ? റസൂലിന് പഠിപ്പിച്ചൂടെ? അപ്പൊ അത് തനിച്ച ബിദ്അത്താണ്. മനസ്സിലായില്ലേ? അപ്പൊ ശരീഅത്തിൽ അംഗീകരിക്കപ്പെട്ടതാകണം. പിന്നെ ബർക്കത്ത്, എന്താ ബർക്കത്ത് പറഞ്ഞ? ബർക്കത്ത് ഇംപ്രൂവ്മെന്റ്, പുരോഗതി, വളർച്ച. കച്ചവടത്തിനല്ല ബർക്കത്തിന് തന്നെ. എന്താ കച്ചവടത്തിനല്ല? വെച്ചടി പൊന്തുവന്ന് അതർത്ഥം. പുരോഗതി, വളർച്ച, അഭിവൃദ്ധി, ഇതൊക്കെ എന്നുമുള്ള നിത്യമായ നന്മ, ഇതൊക്കെ ബർക്കത്ത്. ഇതും തന്നെ ദ്വായലെടുത്ത് പറയണമെങ്കിൽ എന്ത് വേണം? റസൂൽ പഠിപ്പിക്കണം. ഇപ്പൊ ഏതെങ്കിലും മഹാന്റെ ബർക്കത്ത് ദ്വായലെടുത്ത് പറഞ്ഞ ദ്വാ നബി പഠിപ്പിച്ചിട്ടുണ്ടോ? അപ്പൊ ഹക്കും ജാഹും ബർക്കത്ത് കൊണ്ടുള്ള ദ്വാ ചോദ്യം അല്ലാഹുവിനോടാണെങ്കിലും അത് ബിദ്അത്താണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ബിദ്അത്തായ ദ്വാകളാകാൻ പാടില്ല. പിന്നെ ഇസ്ലാം അംഗീകരിച്ച തവസ്സുലുകളുണ്ട്. അതേതൊക്കെയാ? ഒന്ന്, അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങൾ എടുത്തു പറയാ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന ഫദ്ഉഹു ബിഹാ. അള്ളാഹുവിന് അത്യുത്തമങ്ങളായ നാമങ്ങളുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ദുആ ചെയ്യുക. അപ്പൊ അള്ളാഹുവിന്റെ ഇസ്മു സിഫത്തുകളൊക്കെ എടുത്ത് പറഞ്ഞിട്ട് അല്ലേ? ഗഫൂറായ റബ്ബേ പൊറുക്കണേ, സമീആയ റബ്ബേ എന്റെ ദുആ കേൾക്കണേ, അല്ലേ? റഹീമായ റബ്ബേ എന്നോട് കരുണ കാണിക്കണേ, നിനക്ക് പറഞ്ഞൂടെ? തവ്വാബായ റബ്ബേ എന്റെ തൗബ സ്വീകരിക്കണേ. അപ്പൊ ഓരോ കാര്യം പറയുമ്പോൾ അതിനോട് യോജിച്ച അള്ളാന്റെ സിഫത്ത്, അല്ലേ? ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം. ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ, അല്ലേ? അതുപോലെ വതുബ് അലൈനാ ഇന്നക അന്ത തവ്വാബുർ റഹീം. ഇങ്ങനെ അള്ളാന്റെ ഇസ്മു സിഫത്തുകൾ എടുത്തു പറയാം. പിന്നെ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറയാം. നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ള സൽക്കർമ്മം. ഇപ്പോ സഹാബികൾ 3 ഗുഹയിലകപ്പെട്ടില്ലേ? ഒരു ഗുഹയിൽ പെട്ടു, ഒരു പാറ വന്നിട്ട് ഗുഹന്റെ മുഖം അടച്ചു കളഞ്ഞു. ഒരു നിലക്കും നീക്കാൻ കഴിയില്ല. ഇന്നത്തെ മാതിരി മൊബൈലിൽ വിളിച്ചിട്ട് ക്രെയിന് വരുമൊന്നുമില്ലല്ലോ. ക്രെയിൻകാരന് മൊബൈലിൽ വിളിച്ചിട്ട് വരുത്താമെന്ന് കഴിയില്ലോ. ഒരു ദുആ ചെയ്തു. ഓരോരുത്തരും അവനവൻ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞ്, പടച്ചോനെ ഈ സൽക്കർമ്മം ഞാൻ നിന്റെ പ്രീതി ഉദ്ദേശിച്ചാണ് ചെയ്തെങ്കിൽ ഞങ്ങളെ ഇതൊന്ന് രക്ഷിക്കണേ. അപ്പൊ പാറ കുറച്ച് നീങ്ങി. അടുത്ത ആള് അയാൾ ചെയ്ത് നന്മ എടുത്തു പറഞ്ഞു, അപ്പോൾ കുറച്ച് നീങ്ങി. മൂന്നാമത്തെ അങ്ങനെ അവർക്ക് പുറത്തു വരാൻ സാധിച്ചു. അപ്പൊ നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ എടുത്തു പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ദുആ ചെയ്യുക. അതൊരു തവസ്സുലാണ്. ഇപ്പൊ 2ആയി. മൂന്നാമത്തേത്, നല്ല ജീവിത വിശുദ്ധിയുള്ള ആളോട് ദുആ ചെയ്യാൻ ആവശ്യപ്പെടുക. നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ചെയ്യണേ. ഇപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്, ബാങ്കിന് ശേഷം റസൂലുള്ളാഹിക്ക് വസീല, ഫളീല എന്നീ സ്ഥാനങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട്. റസൂലിനോട് പലപ്പോഴും സഹാബികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി. മനസ്സിലായിട്ടില്ലേ? അപ്പൊ അത് പിന്നെ ഉവൈസുൽ ഖർനി എന്ന് താബിഈ വരും, അദ്ദേഹത്തെ കണ്ടങ്ങൾ ദുആ ചെയ്യാൻ ആവശ്യപ്പെടണമെന്ന് പറഞ്ഞ ഹദീസുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാം? സ്വാലിഹീങ്ങളായ ജീവിത വിശുദ്ധിയുള്ള ആളുകളോട് ദുആ ചെയ്യാൻ ആവശ്യം. ഇതും ദുആക്ക് ഉത്തരം കിട്ടാനുള്ള കാര്യങ്ങൾ തവസ്സുലിൽ പെട്ടതാണ്. അള്ളാഹുവിലേക്ക് വേഗം ഉത്തരം കിട്ടാനുള്ള മാധ്യമങ്ങളിൽ പെട്ടതാണ്. പിന്നെ
പുണ്യകർമ്മങ്ങൾക്ക് ശേഷമാകും നമ്മളെ ദുആ. നമ്മൾ അല്ലാഹുവിനോട് കാര്യപ്പെട്ട സംഗതി ദുആ ചെയ്യാൻ വേണ്ടി പോവാണെങ്കിൽ ഒളു എടുത്ത് 2 റക്അത്ത് നിസ്കരിച്ച് ഒരു സദഖ ചെയ്ത് എന്നിട്ട് പ്രാർത്ഥിക്കുക. അപ്പൊ അവിടെ ഒളുണ്ടായി, 2 റക്അത്ത് നിസ്കാരം ഉണ്ടായി അല്ലേ? അപ്പൊ സ്വലാത്തു തൗബ എന്ന നിസ്കാരം തന്നെ ഉണ്ട്. അതായത് ഒരു പാപം തെറ്റുപറ്റിപ്പോയി ഒരാളിൽ അത് തൗബ ചെയ്യുകയാണെങ്കിൽ 2 റക്അത്ത് നമസ്കരിച്ചിട്ട് അള്ളാഹിനോട് പ്രത്യേകം തൗബ ചെയ്യുക. അപ്പൊ അങ്ങനെ പുണ്യകർമ്മങ്ങൾ ചെയ്ത ശേഷം എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. പിന്നെ ദുആക്ക് ഉത്തരം കിട്ടാനുള്ള തടസ്സങ്ങളിൽ പെട്ടതാണ് അള്ളാഹു നമുക്ക് നിർബന്ധമായും ചെയ്യണമെന്ന് കൽപ്പിച്ചത് നമ്മൾ ഒഴിവാക്കുകയോ അല്ല ചെയ്യരുത് എന്ന് പറഞ്ഞ ഹറാമുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അള്ളാഹിന്റെ ഉത്തരം കിട്ടാൻ സാധ്യത കുറയും. ഇപ്പോൾ നിസ്കാരം ഫർളാണ്, ഒരാൾ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കാത്ത ആൾ അല്ലാണ്ട് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ? നിസ്കാരം ഫർളാണ്, അത് നിത്യം ഒഴിവാക്കാണ്. അതുപോലെ മദ്യപിക്കരുത്, വ്യഭിചരിക്കരുത്, മോഷ്ടിക്കരുത്, കളവ് നടത്തരുത്, പലിശ, ഇങ്ങനെ വൻപാപങ്ങൾ ഒരുപാട് എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഈ വൻപാപങ്ങൾ നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്, അയാൾക്ക് ഉത്തരം കിട്ടുമോ? അപ്പൊ വാജിബായത് ഉപേക്ഷിക്കുകയോ ഹറാമായത് ചെയ്യുകയോ ചെയ്താലും ഉത്തരം കിട്ടൂല. അതുപോലെ നന്മ കൽപ്പിക്കുക, തിന്മ വിരോധിക്കുക എന്ന നമ്മുടെ ഉത്തരവാദിത്തം നമ്മൾ നിർവഹിക്കാതിരുന്നാലും ദുആക്ക് ഉത്തരം കിട്ടൂല. ബനൂ ഇസ്രായേൽ സമുദായത്തിന്റെ ചരിത്രം വിവരിച്ചുകൊണ്ട് റസൂല് പറഞ്ഞിട്ടുണ്ട്, വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവനാണ് സത്യം, ലതഅമുറുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ നന്മ കൽപ്പിക്കുക തന്നെ വേണം, വലതൻഹൗന്ന അനിൽ മുൻകർ, തിന്മ നിങ്ങൾ വിരോധിക്കുകയും വേണം, ഔ ലയൂശിക്കന്നല്ലാഹു യബ്അസ അലൈക്കും ഇഖാബൻ മിന്നു, അല്ലെങ്കിൽ അല്ലാഹു അവന്റെ അടുക്കൽ നിന്നും നിങ്ങളുടെ മേൽ ഒരു ശിക്ഷ അയച്ചേക്കാം, സുമ്മ തദ്ഊനഹു ഫലാ യസ്തജാബു ലക്കും, പിന്നെ നിങ്ങൾ അവനോട് ദുആ ചെയ്താൽ അവൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യൂല. അപ്പൊ നമ്മളൊരു നല്ല കാര്യം മനസ്സിലാക്കിയിട്ട് ആ നല്ല കാര്യം നമ്മുടെ സഹോദരനോട് പറയാ, മനസ്സിലായില്ലേ? ഒരു ചീത്ത കാര്യം നമ്മുടെ സഹോദരൻ ചെയ്യുന്നത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ട് നമ്മൾ തടയാതിരിക്കുക, ഈ സ്വഭാവം നമുക്കുണ്ടായാൽ നമ്മുടെ ദുആക്ക് ഉത്തരങ്ങൾ. ഇന്ന് പൊതുവെ അങ്ങനെയാണല്ലോ, ഞാൻ എന്തിനാ പോ പറയാൻ പോണ്, അവനും അവന്റെ ഖബറിലേക്ക് പോകണല്ലേ എന്ന രൂപത്തിൽ ഏറ്റവും വലിയ തെറ്റ് നമ്മളെ കൺമുന്നിൽ കണ്ടാൽ പോലും വിരോധിക്കില്ല. അത് ബനൂ ഇസ്രായേലുകൾ നശിക്കാനുള്ള കാരണമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞതാണ്. പിന്നെ പ്രാർത്ഥനയുടെ മുമ്പായിട്ട് ഹംദും സ്വലാത്തും പറയാ. പ്രാർത്ഥിക്കാൻ ഒരുങ്ങുമ്പോ ഉത്തരം കിട്ടാനുള്ള ഒരു അദബിൽപ്പെട്ടതാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറയാ. അള്ളാന്റെ റസൂലിന്റെ പേരിൽ സ്വലാത്ത് പറയാ, മനസ്സിലായില്ലേ? പിന്നെ ഖിബിലക്ക് നേരെ തിരിയുക, ശുദ്ധിയോടുകൂടിയായിരിക്കുക, ഒന്നെടുത്തിട്ട് ശുദ്ധിയുള്ള സ്ഥലത്ത് വെച്ച് ശുദ്ധിയോടുകൂടി ആയിരിക്കുക. ഇങ്ങനെയുള്ള നിബന്ധനകളൊക്കെ പാലിച്ചുകൊണ്ട് നമ്മൾ ദുആ ചെയ്താൽ ഇൻഷാ അല്ലാഹ് നമ്മുടെ ദുആക്ക് ഉത്തരം കിട്ടും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ മര്യാദകൾ പാലിക്കുവാൻ ശ്രമിക്കുക. ഇത് മാത്രമാണ് പറയാനുള്ള. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ദുആകളും സ്വീകരിക്കുകയും പ്രത്യേകിച്ച് റമളാനിൽ നമ്മൾ നടത്തുന്ന ദുആകളൊക്കെ സ്വീകരിച്ച് പാപമോചനം ലഭിച്ച് സ്വർഗത്തിൽ പോകാൻ അർഹത നേടുന്നവരെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം. അസ്സലാമു അലൈക്കും.